സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ കൊടുന്ന് വൈറലാകുന്നുണ്ടല്ലോ. തൃശ്ശൂർ ചോദിച്ചിട്ട് കൊടുത്തില്ല എന്ന അർത്ഥത്തില് നിമിഷയുടെ സ്റ്റേറ്റ്മെന്റ് ഗോകുല് കണ്ടിരുന്നുണ്ട്. കാണണ്ട തന്നെയാ. ഇവിടെ മുതൽ കണ്ടോ, ഇതാ ഹൈലൈറ്റ്. നമ്മളിപ്പോ ഞാൻ ഒരു ബോർഡ് വായിച്ചായിരുന്നു, നമ്മള് തൃശ്ശൂർ ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല, ആ നമ്മളോടാണ് ഇന്ത്യ ചോദിക്കുന്നത്, നമ്മൾ കൊടുക്കൂല. നിമിഷ ഇത് അന്ന് പറഞ്ഞ സമയത്ത് മീഡിയക്കാർ ഇത് വൈറലാക്കിയതും ഞാൻ അന്ന് കണ്ടിരുന്നു. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. മീഡിയക്കാരുടെ അത് വൈറലാക്കാനുള്ള എഫേർട്ടും ഞാൻ അന്ന് കണ്ടിരുന്നു. തിരിച്ചതുപോലെ നടക്കുന്നു. എനിക്ക് ഒട്ടും സുഖമില്ല. നിമിഷ ഇത് കാരണം വിഷമിക്കുന്നുണ്ടെങ്കിൽ അത് എനിക്കോ എൻ്റെ അച്ഛനോ ഒട്ടും സന്തോഷം കൂടുതൽ തരുന്നില്ല. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. നിമിഷയ്ക്ക് പക്ഷെ അന്നത് പറഞ്ഞപ്പോൾ ചിലപ്പോൾ സന്തോഷം ഉണ്ടായിരിക്കാം. അത് രണ്ട് വ്യക്തികളുടെ വ്യത്യസ്തമായ പെർസെപ്ഷനും മനസ്സുമാണ്. എൻ്റെ അച്ഛൻ അതുകൊണ്ട് നിമിഷയെ വെറുക്കുകയോ അല്ലെങ്കിൽ മോശം സംസാരിക്കുകയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. നന്ദിയുണ്ട് സാറേ, നന്ദി. പക്ഷെ നിമിഷയ്ക്ക് അന്ന് അങ്ങനെ പറയാൻ തോന്നി. ഇന്ന് തിരിച്ച് നിമിഷയ്ക്കെതിരെ ഈ വീഡിയോസ് വരുമ്പോഴും എൻ്റെ അച്ഛൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതോ അത് കണ്ടതുകൊണ്ട് സന്തോഷിക്കുന്നതോ ഒന്നും ഇല്ല. ശരിക്കും എന്തിനാ ആൾക്കാർ ഇങ്ങനെ ആ കുട്ടിയെയും കൂടെ ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് എൻ്റെ അച്ഛന്റെ ചോദ്യം. മനസ്സിലായില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു ഹാവക്കിലാണ് നമ്മുടെ മീഡിയാസ് നമ്മുടെ ഹ്യൂമൻസിനെ കൺട്രോൾ ചെയ്തുകൊണ്ടും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടും പോകുന്നതെന്ന് എനിക്ക് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് തോന്നുന്നുണ്ട്. തന്നല്ലോ, തന്നു, കിട്ടിയല്ലോ, കിട്ടി, ഓക്കെ. അപ്പൊ ഞാൻ പോട്ടെ. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.